നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനം ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയോടൊപ്പം എത്തി നിൽക്കുകയാണ്. UN ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ ലഭിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന സേനയുടെ ഭാഗമായ ഇന്ത്യൻ വനിതാ അംഗമായ മേജർ രാധിക സെന്നിന്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രവർത്തിച്ചതിനും ശബ്ദമുയർത്തിയതിനുമാണ് രാധിക സെന്നിനെ തേടി ഈ ഒരു പുരസ്കാരം എത്തിയിരിക്കുന്നത്. UN ദൗത്യത്തിന്റെ ഭാഗമായി കോങ്കോയിലാണ് മേജർ രാധിക സെൻ സേവനം അനുഷ്ഠിച്ചത്. സ്ത്രീകളുടെ യുവാക്കളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കമ്മ്യൂണിറ്റികൾക്ക് രൂപം നൽകിക്കൊണ്ടായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പ്രാദേശിക സുരക്ഷയും സമാധാനവും ഉറപ്പിക്കുന്നതിൽ വലിയ സ്വാധീനം ഈ ചെറിയ കമ്മ്യൂണിറ്റികൾ ചെലുത്തി എന്ന് തന്നെയാണ് UN വിലയിരുത്തുന്നത്. ഇത്തരം കമ്മ്യൂണിറ്റികൾ വഴി സ്ത്രീകളും യുവാക്കളും അവരുടെ സുരക്ഷാ ആശങ്കകൾ പങ്കുവയ്ക്കുകയും UN ദൗത്യ സംഘത്തിന് ഇവരിലേക്ക് വേഗത്തിൽ എത്തിപ്പെടാനുള്ള വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. ഇത്തരം ഇടപെടലുകളിലൂടെ ദൗത്യസേനയുടെ പ്രവർത്തനം കൂടുതൽ എളുപ്പത്തിലാക്കാനും രാധിക സെന്നിന് സാധിച്ചു. 2016 മേജർ രാധിക ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നത്. ബയോടെക്നോളജി എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ഇവർ ബോംബെ IITയിൽ പഠിക്കുമ്പോഴാണ് സായുധ സേനയുടെ ഭാഗമാകാനുള്ള ഉറച്ച തീരുമാനമെടുക്കുന്നത്. അങ്ങനെയാണ് ഇന്ത്യൻ റാപ്പിഡ് ഡിപ്ലോയ്മെന്റ് ബറ്റാലിയനുമായുള്ള എൻഗേജ്മെന്റ് പ്ലാറ്റൂണിൽ കമാൻഡറായി 2023 മാർച്ചിൽ മോസ്കോയിൽ എത്തുന്നത്. നിലവിൽ ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന സേനയിൽ 124 വനിതാ സൈനികരാണ് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത്. ഇവർക്കിടയിൽ നിന്നാണ് ഇന്ത്യയുടെ സ്വന്തം പുത്രിയെ തേടി ഈ അഭിമാനകരമായ പുരസ്കാരം എത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.